അപ്പോൾ സിസിൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതാ ഇന്ന് കളിക്കാൻ പോണത് ലക്കി ക്രാഫ്റ്റ്. പിന്നെ വേറൊരു പ്രത്യേക ഒരു കളിയാണ് ഞാനിന്ന് കളിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഈ വേൾഡിന് ഓൾറെഡി തുടങ്ങി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേരൊന്ന് ജസ്റ്റ് മാറ്റിക്കളാം. ബക്കറ്റ് ഓൾറെഡി നേരത്തെ ഒരു ഇതിലുണ്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഒരു ബക്കറ്റ് ഞാൻ ഓൾറെഡി ഇട്ടാണ്. ഓക്കെ, ഈ ഒരു വേൾഡിൻ്റെ സീഡ് ഞാനിവിടെ അടിച്ചാണ്. നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ മാത്രം ഇത് നിങ്ങളെ നോക്കിയിട്ട് അടിച്ചേക്ക് വേണ്ടി. അത്രക്കും നല്ലൊരു വേൾഡാണ്. ഈ വേൾഡ് നിങ്ങളെ ഏതെങ്കിലും ഒരു ഫേമസ് യൂട്യൂബറിൻ്റെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഈ വേൾഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ ഒരിക്കലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാണ്ടിരിക്കരുത്. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. ലോഡുണ്ടാവാത്ത ആയിക്കോളും. അപ്പോൾ ഗായ്സ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് കണ്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോഡേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. അപ്പോൾ ഗായ്സ് നമ്മളിതാ കളിക്കുന്നു എൻ്റെ അനിയൻ്റെ കൂടെ. രാത്രിയാവാറായി, മണ്ടിക്കോ. എൻ്റെ വയ്ക്കില് കണ്ടില്ലേ? അകത്ത് കേറി ഇതിലെല്ലാമനെ കൊന്നാലോ. മണ്ടിക്ക് വേഗം തുറക്ക്. ഏഹേ പരസ്യം. ഡേ അപ്പോൾ ഡാനിയനും എൻ്റെ കൂടെ ഉണ്ട്. പറഞ്ഞാൽ പരസ്യം തീർന്ന്. ഓക്കെ, ഇതാണ് മെയിൻ പ്രശ്നം. ഈ പരസ്യം എങ്ങനെ ഞാനിപ്പോൾ തല്ലേ എൻ്റെ ഹെൽത്ത് നല്ലേ തന്നെ അല്ലേ. ഞാൻ എൻ്റെ ഹെൽത്ത് കൂട്ടട്ടെ. എന്താ തിന്നാനാവുന്നില്ല. ഓ എനിക്ക് തിന്നാനാവുന്നില്ലേ. എൻ്റെ ഹാങ്കർ ഫുള്ളായിട്ട് ലെഫ്റ്റ് ഗെയിം. ഇതാണ് ഗൈസ് മെയിൻ പ്രശ്നം. ഈ ലക്കി ക്രാഫ്റ്റ് അങ്ങനത്തെ ഗെയിമൊക്കെ തുടങ്ങിയാൽ പരസ്യം വന്ന അപ്പോഴേക്കും ലെഫ്റ്റ് കുടിച്ചു. നമ്മളൊരിക്കലും പുറത്തു പോവില്ല. എനിക്ക് പേടിയാ ഉണ്ടാവില്ല. നീ കയറി ഓടാളിയ. അപ്പോൾ ഗൈസ് നമ്മുടെ ഹെൽത്ത് പതിയെ കൂടിയിട്ടുണ്ട്. ഇപ്പം കയറി. ഓക്കെ, എത്ര ഹെൽത്ത് ഉള്ളത്? എൻ്റെ ചെസ്റ്റിലിപ്പം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഐഡിയ ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഒരാടിനെയും കോടിനെയും ഒന്നും കിട്ടില്ല. ഞാൻ വേൾഡ് ഒന്ന് കാണിച്ചു തന്നില്ല. ഇപ്പോൾ ലെഫ്റ്റായി. പിന്നെയും പരസ്യം. ഈ പരസ്യമൊക്കെയാണ് മെയിൻ പ്രശ്നം. അതൊന്നും നിങ്ങൾക്ക്
ഞങ്ങൾ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ ഇത് ഒരു ഫർണസ്, പിന്നെ ഈ ക്രാഫ്റ്റിംഗ് ടേബിളിന് ഫർണസിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ ചെസ്റ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് എൻ്റെ അനിയൻ്റെ ചെസ്റ്റ് ഉള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങളെ ബെഡ് വെക്കുന്നത് വെച്ചാൽ ഞങ്ങളെ ചെസ്റ്റിന് നേരെ അടുത്തായിട്ടാണ്. ഇതാ പിന്നെ ഇവൻ ജോയിൻ ആയിട്ടുണ്ട്. ഇതവിടെ ചെസ്റ്റിൻ്റെ ഇവൻ്റെ ബെഡ് ഇതാ ഈ ചെസ്റ്റിനടുത്ത്. രാവിലെ ആയോ ബെഡില്ല ഈ പറ്റി തിന്നനെ ഉണ്ടാവും. അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല, എടുക്കുന്നുണ്ടാവും. ഇവിടെ ചെറിയൊരു പോസ് ഉണ്ടാവും. അത് കാരണം ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. അടിഭാഗത്തുള്ള കണ്ട് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാവും. ഞാൻ വലിയ ആളായ ഒറ്റ ഓട്ടം. എനിക്ക് വലിയ മാസം മറ്റേ എട്ടുകാലിനെ കൊന്നത് 2-3 മൂലൊക്കെയാണ്. പക്ഷേ കിട്ടിയതോ 2 കോണ്ടിങ്ങാണ്. ഇതോ എല്ലാത്തും ഞാൻ ഈ കൊന്നിട്ട് കാണിച്ചു തരാം. ഗായ്സ്, ഞങ്ങൾ കുറേ പന്നിനെ ഓടിപ്പിച്ചിട്ട് ഇതാ പുരയിലെത്തി പന്നിയിറച്ചി പൊരിച്ചോണ്ടിരിക്കുക. പക്ഷേ ഞങ്ങൾ ഇതുവരെ അടിച്ച് ഈ 2 പന്നി ഇപ്പോൾ ഞങ്ങളെ പെണ്ണുണ്ടെങ്കിൽ ഇനി അടിച്ച് ഇല്ലടുത്തേക്ക് പോയില്ല. അതുകൊണ്ടേ തുറക്കാൻ നിൽക്കല്ലേ. ഫുൾ ആർമർ സെറ്റായിട്ട് പോയാലോ. ഒരൊറ്റ തുറക്കൽ, ഒരു ചാവൽ ചില്ലലോ. ഒരു വൈബല്ലേ. കുക്കാവുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് അതൊക്കെ ഇത് കിട്ടുന്നില്ല. കല്ലിൻ്റെ വാളോ ഉണ്ടാക്കില്ലേ പൊട്ടൻ. തരൂല. ഫസ്റ്റത്തെ എപ്പിസോഡാണിത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ അവസാനമാണ്. ബാക്കിൽ കണ്ടോ മറ്റേ പന്നികൾക്ക് പുറമെ കുറേ മോബും എന്താ 8 കാലിയൊക്കെ വന്നിട്ട് ഇതാ നമ്മളെ പുറത്തെ മുന്നിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ കൂടി വാതിൽ തുറന്നാൽ ഞങ്ങൾ രണ്ടാളും കത്തമോ. ഇവൻ്റെ വേഷത്തെ എനിക്ക് മനസ്സിലാവും. ഇതെന്തായതാണോ അഥവാ ലോഡാവാത്താണ്. ഇനി വേറെ വേഷത്തൊന്നുമല്ലല്ലോ. തല്ലിയ വേദന പോയി. ആ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് പോയിട്ട് നാളെ കാണാം. ഇന്നത്തെ എപ്പിസോഡ് 1 ഇത്രയേ ഉള്ളൂ. ബൈ. കാരണം ഇപ്പോൾ ഇതിനെ പോയി കൊല്ലാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചാവും. ഓൾറെഡി സോംബിയോണ് ഞങ്ങൾ ചത്താണ്. അപ്പം ഇനി അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചത് ഞങ്ങൾ പോന്നു. ബൈ.